നമസ്കാരം. ഞാൻ അൻസല്ല ടി കൊച്ചുമോ. ഞാൻ ഹേമ ജഗദീഷ്. ഞാൻ ജനീറ്റ ജഗദീഷ്. ശിവാനി രതീഷ്. അക്ഷയ. ഇടുക്കി ജില്ലയിലെ ഗവൺമെൻറ് ഹൈസ്കൂൾ ചെമ്മണ്ണിലെ കുട്ടികളാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. ആധുനിക സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. സമൂഹത്തിൽ പൊതുവെ ദുർബലർ എന്ന് കണക്കാക്കപ്പെടുന്ന ഇവരെ സമൂഹത്തിൻ്റെ മുൻധാരയിൽ എത്തിക്കാം എന്ന ആശയമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ സർക്കാർ വനിതാ ശിശുവികസന വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ സംഘടനയോടൊപ്പം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തി നമുക്ക് മുന്നേറാം. ശൈശവ വിവാഹം. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ പ്രായം കൂടുതലുള്ള പുരുഷന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. ശൈശവ വിവാഹം മനുഷ്യാവകാശ ലംഘനമാണ്. പെൺകുട്ടിയെ പല വിധത്തിൽ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുകയും മാനസികമായ പല വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുന്നു. വിവാഹം കഴിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ചൂഷണത്തിന് ഇരകളാകുന്നു. ശൈശവ വിവാഹത്തിൽ ഏർപ്പെടുന്ന കുട്ടികൾ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അകലുന്നു. വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കുന്നില്ല, സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നു എന്നിങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നു. നിയമപരമായ വിവാഹപ്രായം പെൺകുട്ടികളുടെ 18 വയസ്സിന് മുകളിലും ആൺകുട്ടികളുടെ 21 വയസ്സിന് മുകളിലും ആയിരിക്കും. ഇതിന് താഴെ പ്രായമുള്ള കുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ്. ഗാർഹിക അതിക്രമങ്ങളും സ്ത്രീധനവും. ആധുനിക സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ഗാർഹിക അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. ഭാര്യമാരെ അടിമകളാക്കുന്ന രീതിയാണ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ശാരീരികമായ ഉപദ്രവങ്ങളും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിലുള്ള വിവേചനവും ഭീഷണി, അസഭ്യ വാക്കുകൾ ഒന്നും സഹിക്കവയ്യാതെ നിരവധി ജീവിതങ്ങളാണ് പൊലിഞ്ഞു പോകുന്നത്. കൂടുതലും ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാവുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിലാണ്. പുരുഷന്മാർ വൻതുകകളാണ് സ്ത്രീധനമായി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കിട്ടാതെ വന്നാൽ പിന്നെ സ്ത്രീക്ക് ആ വീട്ടിൽ സമാധാനപരമായൊരു ജീവിതം ഉണ്ടാകുകയില്ല. പെൺഭ്രൂണഹത്യയും വിവേചനവും പെൺകുട്ടികളുടെ കൊലപാതകവും. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചുള്ള ലിംഗനിർണ്ണയം പെൺഭ്രൂണഹത്യയിലേക്ക് നയിക്കും. ഇതിലൂടെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനും സാധ്യതയുണ്ട്. പെൺകുട്ടികളെ കൊല്ലുന്നതിലൂടെ അടുത്ത തലമുറ ഉണ്ടാകില്ല. ഇത് ജനസംഖ്യയെ ബാധിക്കുന്നു. മാത്രമല്ല, സ്ത്രീകൾക്കെതിരെ പല രീതിയിലും ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. 2020-25 വരെ 12,100 ലൈംഗികാതിക്രമ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റെവിടെയുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ. ഇന്ത്യയിൽ മുഴുവനുള്ള കേസുകൾ എടുത്താൽ അത് ലക്ഷങ്ങളാണ്. കുട്ടികളെന്നോ പ്രായമായവരെന്നോ അമ്മയെന്നോ സഹോദരിയെന്നോ നോക്കാതെ അവരെ പിച്ചി ചീന്തുകയാണ് സമൂഹം. സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൽ നിന്നും തൊഴിലിൽ നിന്നും ഏറ്റവും കൂടുതൽ വിവേചനം അനുഭവിക്കുന്നതും സ്ത്രീകളാണ്. പരിഹാരം. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഗാർഹിക പീഡനം, ശൈശവ വിവാഹം, ലിംഗവിവേചനം, പെൺഭ്രൂണഹത്യ, സ്ത്രീധനം എന്നിവ. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരികയും നിലവിലുള്ള ഗാർഹിക പീഡന നിരോധന നിയമം, പോക്സോ നിയമം എന്നിവ ഫലപ്രദമായി നടപ്പിലാക്കുകയും ചെയ്യുക. സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെന്ന മനോഭാവം സമൂഹത്തിൽ വളർത്തിയെടുക്കുക. സ്ത്രീ സാക്ഷരത ഉറപ്പാക്കുക. ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക എന്നിവയെല്ലാം നമുക്ക് ചെയ്യാനാകും. ഗർഭപാത്രത്തിൽ വെച്ചുള്ള അൾട്രാസോണിക് സ്കാനിങ്ങിലൂടെയോ മറ്റോ നടത്തുന്ന ലിംഗനിർണ്ണയം നിരോധിക്കുന്നതിലൂടെ പെൺഭ്രൂണഹത്യ തടയാനാകുന്നു. കൂടാതെ ശൈശവ വിവാഹത്തിനെതിരായുള്ള നിയമം നടപ്പിലാക്കുന്നുണ്ട്. എങ്കിലും ഇന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ശൈശവ വിവാഹം നടക്കുന്നു. ഇത് അധികാരമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇനി കുട്ടികൾ നേരിടുന്ന പ്രശ്നം. പഠന സമ്മർദ്ദം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ. കുട്ടികൾക്ക് പഠനത്തിൽ സമ്മർദ്ദം ഉണ്ടാകുന്നതും മാനസിക ആരോഗ്യ പ്രശ്നത്തിന് ഒരു കാരണമാണ്. മാതാപിതാക്കൾക്ക് കുട്ടികളുടെ പഠനത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷ, അവരുടെ ആഗ്രഹങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുക എന്നതൊക്കെ പഠന സമ്മർദ്ദത്തിൽ ഉൾപ്പെടും. കൂടാതെ ശിഥിലമായ കുടുംബാന്തരീക്ഷം, മാതാപിതാക്കളുടെ സ്വഭാവം, കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയും കുട്ടികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ. ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികളിൽ ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം, ശ്രദ്ധക്കുറവ് തുടങ്ങിയ ധാരാളം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പഠന സമ്മർദ്ദം, മാതാപിതാക്കളുടെ പ്രതീക്ഷ, സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം തുടങ്ങിയവ ഇതിന് കാരണമാകാം. കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പോഷകാഹാരം, ശുദ്ധജലം, വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നിവ ലഭിക്കുന്നത് തടസ്സമാകുന്നു. ഇത് ശാരീരികമായുള്ള ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുന്നു. സാങ്കേതിക വിദ്യയുടെ അമിത ഉപയോഗം. മൊബൈൽ ഫോണുകൾ, ഗെയിമുകൾ എന്നിവയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന ധാരാളം കുട്ടികൾ സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ള സ്ക്രീൻ അഡിക്ഷനുകൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ ബാധിക്കുന്നു.
കൂടാതെ പഠനത്തിലും ഇവ ദോഷകരമായി ബാധിക്കുന്നു. ഇവയുടെ ഉപയോഗത്തിലൂടെ പഠനത്തിലുള്ള ശ്രദ്ധ കുറയുകയും പ്രധാനമായും കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പരിഹാരം: നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പലതും കുട്ടികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കാം. പഠന സമ്മർദ്ദം, സ്ക്രീൻ അഡിക്ഷൻ, മാനസികമായും ശാരീരികമായുമുള്ള ധാരാളം പ്രശ്നങ്ങൾ എന്നിവയെല്ലാം കുട്ടികൾക്കുമുണ്ട്. മാതാപിതാക്കൾ കുട്ടികളുമായി തുറന്ന് സംസാരിക്കുന്നതും കുട്ടികളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിയുന്നതും ഒരു പരിധിവരെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നു. സ്കൂളുകളിലെയും സമൂഹത്തിലെയും കൗൺസിലിംഗ് സേവനങ്ങൾ മാനസികാരോഗ്യ പിന്തുണ ഉറപ്പാക്കുന്നു. ആവശ്യമെങ്കിൽ വിദഗ്ധൻ്റെ സഹായം തേടുക. സ്ക്രീൻ അഡിക്ഷൻ കുറയ്ക്കാനായി ബോധവൽക്കരണം, പുസ്തകങ്ങളുടെ ഉപയോഗം സഹായിക്കുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കാറുണ്ട്. അതിനാൽ മാതാപിതാക്കൾ വീട്ടിൽ കഴിയുന്നത്ര സമാധാനപരമായി സംഘർഷങ്ങൾ ഒഴിവാക്കിയും കുടുംബത്തിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ കടന്നു വന്ന പ്രശ്നങ്ങളിലൂടെയും പരിഹാരങ്ങളിലൂടെയും പുതിയ ആശയങ്ങൾ കണ്ടെത്തി വനിതാ ശിശു വികസനത്തിനായി നമുക്ക് പ്രവർത്തിക്കാം. നമ്മുടെ സഹോദരിമാരും അമ്മമാരും കുഞ്ഞുങ്ങളും അവരെല്ലാം മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുമെന്നും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുമെന്നും നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. നന്ദി.